Hi, welcome back to my YouTube channel Madhu Creatives. Welcome to another vlog. So ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കാൻ കാരണം അമ്പലത്തിലൊക്കെ പോയി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. കാലത്തേക്കുള്ള വർക്കും കിച്ചൺ വർക്കും ക്ലീനിങ് വർക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടി ക്ലീൻ ആക്കാനുണ്ട്. ഇവിടെ നന്നായിട്ട് പൊടി ഇങ്ങനെ ചുറ്റും അടിക്കുന്നുണ്ട്. ഇനി അത് കുറച്ചായിട്ടൊന്ന് ക്ലീൻ ആക്കും കൂടി വേണം. ഇനിയിപ്പോൾ എനിക്കിത് നെക്സ്റ്റ് കുറച്ച് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. സൈക്കോളജിയുടെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അതിൽ ലോങ് വീഡിയോസിലുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഇനി എനിക്ക് കുറച്ചുകൂടെ നോട്ട്സ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോയിലോട്ട് വരാം കേട്ടോ. വെൽക്കം ബാക്ക്. സൂതി ഞാൻ കുറച്ച് നേരം പഠിച്ചത് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ഇവിടെ പറഞ്ഞില്ല, ഒരു ക്ലൈമറ്റ് എപ്പോഴും ചേഞ്ച് ആയിട്ട് വരാറുണ്ടെന്ന്. അതായത് ഇവിടെ മെയിനായിട്ട് ചില സമയത്ത് നമുക്ക് സ്കിന്ന് ഡീഹൈഡ്രേഷൻ വരും. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളമൊക്കെ വെച്ച് കുടിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഡീഹൈഡ്രേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കും. ഇന്ന് ഞാൻ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് അവിടെ ഫുള്ളൊരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പിങ്ക് പെയിൻറ്റിൻ്റെ കളർ കണ്ടോ, അതാ ഷെയ്ഡ്. പിന്നെ പില്ലറിൻ്റെ ഒക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കുറച്ച് കോൺഫിഡൻസ് തരുന്നുണ്ട്. പിന്നെ ഞാനില്ലേ ഇന്ന് അതെ സൈക്കോളജി ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്ന് പറഞ്ഞിട്ടൊരു കുറച്ച് ഒരു യൂട്യൂബ് ക്ലാസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടിട്ടൊക്കെ എഴുതുന്നവരുണ്ടെങ്കിൽ ഇഷ്ടംപോലെ യൂട്യൂബ് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് നോക്കിയത് ഓഡിയോ PSCയുടെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതിലൊരു 3-4 ക്വസ്റ്റ്യൻസ് 5-6 ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയിൽ ടൈപ്സ് ഓഫ് ലേണിംഗ് ബേസ്ഡ് ഓൺ ഗാഗ്നേസ് ഹൈറാർക്കീസ് ഗിവൺ ബിലോ വിച്ച് ഓഫ് ദം ഈസ് ദി ഹയസ്റ്റ് എബിലിറ്റി ഫോർ ലേണിംഗ്. ഇതിൻ്റെ ആൻസർ വന്നിട്ട് പ്രോബ്ലം സോൾവിങ്, അതായത് പ്രോബ്ലം സോൾവിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കും. ഗാഗ്നയുടെ ഹൈറാർക്കി തിയറി ഇല്ലേ, നമ്മുടെ സൈക്കോളജി ടെക്സ്റ്റിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയാൽ മതി. പിന്നെ ഹരുൺ പ്രിഫർ ടു റൈറ്റ് ഷോർട്ട് നോട്ട്സ് അലോങ് വിത്ത് സ്റ്റഡിങ് ദാറ്റ് മേക്സ് ലേണിംഗ് ഈസി ഫോർ ഹിം. ദിസ് ഈസ് എ സ്റ്റൈൽ ഇൻ ലേണിംഗ് ഓൾ സബ്ജക്ട്സ്. ഈസ് എ കൈനസെറ്റിക് ലേണർ. അതായത് ടൈപ്പ് ഓഫ് ലേണർ ആണ് കേട്ടോ അവിടെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അക്കോർഡിംഗ് ടു മോറൽ ഡെവലപ്മെന്റ് തിയറി ബൈ കോൾബർ വിച്ച് ഈസ് എ സ്റ്റേജ് അറ്റ് വിച്ച് മോറൽ റീസണിംഗ് ബേസ്ഡ് ഓൺ അബ്സ്ട്രാക്ട് റീസണിംഗ് is secured by students. Morality based on universal ethical principles. A student celebrates the victory of his or her team members and finds satisfaction is using the defense mechanism. ഡിഫൻസ് മെക്കാനിസമില്ലേ, നിങ്ങൾ ആദ്യം എന്താണ് ഡിഫൻസ് മെക്കാനിസം എന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. അതിനുശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക കേട്ടോ. ഇതിൽ വന്നിട്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഈ 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ, അതായത് എ സ്റ്റുഡൻറ് സെലിബ്രേറ്റ്സ് വിക്ടറി ഓഫ് ഹിസ് ഓർ ഹെർ ടീം മെമ്പേഴ്സ്. അതായത് ഇപ്പോൾ കുറച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കണം. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കൊച്ച് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയും. ഈ ഒരു കൊച്ച് വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇതിനെ സെലിബ്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് അതിന് അവരുടെ ആ ഒരു സന്തോഷത്തിൽ നിന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ എടുക്കുന്നതിനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഡിഫൻസ് മെക്കാനിസം. എന്താണ്, ഐഡന്റിഫിക്കേഷൻ കേട്ടോ അതിനെ പറയാം. സോ ഇതിൽ നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ പാവ്ലോവിന്റെ കണ്ടീഷനിങ് തിയറി ഇല്ല, അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, അത് പഠിച്ചോളൂ. പിന്നെ പാവ്ലോവിന്റെ ആ ഡോഗിന്റെ സലൈവേഷൻ ഇല്ല, അതൊക്കെ ആട്ടോ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. കണ്ടീഷണൽ റെസ്പോൺസും കാര്യങ്ങളാണ്. A child who is good in remembering facts when presented in the form of a concept map is using semantic memory. അതായത് സെമാൻറ്റിക് മെമ്മറിയാണ് കേട്ടോ. പിന്നെ ഹാബിറ്റ് ഫോർമേഷനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് അതിൽ ഞാൻ കേട്ടൊരു എക്സാമ്പിൾ എന്താണ്, ഇപ്പം നമ്മൾ ഡെയിലി ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഹാബിറ്റ് ഫോർമേഷൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇപ്പം നമ്മളൊരു കുക്കിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ കുക്കിംഗ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, ആദ്യം ഒന്നും അറിയണമെന്നില്ല, പിന്നെ ഗ്രാജുവലായിട്ട് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിലൊരു പെർഫെക്ഷൻ വരുന്നു. ആ പ്രാക്ടീസാണ് ആക്ച്വലി നമ്മളെ എന്ത് ചെയ്യുന്നത്, പെർഫെക്റ്റ് ആക്കുന്നത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി എനിക്ക് വന്നിട്ട് ഞാൻ അന്ന് കുറച്ച് നോട്ട്സ് യൂണിറ്റ് 4 റിമെമ്പറിങ് ആൻഡ് ഫോർഗെറ്റിംഗ് ഇല്ലേ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഏകദേശം ഓടിച്ചു വിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ മറ്റേ സൈക്കോളജിയുടെ ഫസ്റ്റ് യൂണിറ്റ് ഉണ്ട്, 2nd സെമസ്റ്ററിലുള്ള ഫസ്റ്റ് യൂണിറ്റ് കേട്ടോ. അതിൽ ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എന്താണ് ലേണിംഗ്? അതായത് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതല്ല, അതെല്ലാം അവർ തനിയെ ഗ്രാജുവലായിട്ട് അക്യൂർ ചെയ്യാനുള്ള കഴിവ് കൊച്ചിനുണ്ടാവും. അതിപ്പോൾ ഒരു സ്റ്റേജസ് ഉണ്ട് ആക്ച്വലി. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അത് ഡെവലപ്പ് ആയ സ്കൂൾ എത്തുന്നവരെ, അതായത് നമ്മളിപ്പോൾ പണ്ടൊക്കെ പഠിച്ചിട്ടില്ലേ, അതായത് ഒരു കുഞ്ഞിൻ്റെ ഫസ്റ്റ് സ്കൂൾ പറയുന്നത് അവരുടെ ഹോമാണ്, സെക്കൻഡ് സ്കൂളാണ് നമ്മൾ പോകുന്ന സ്കൂൾ. അവിടെ ഉള്ള ഫാമിലി മെമ്പേഴ്സ് പറഞ്ഞ് പ്രിൻസിപ്പാളും ടീച്ചേഴ്സും അവിടെയുള്ള സ്റ്റാഫ് മെമ്പേഴ്സൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലേണിങ്ങിൻ്റെ ഒരു കാര്യമാണ് എന്ത്, അക്വിസിഷൻ എന്ന് പറയുന്നത്. അക്വിസിഷൻ എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ നോളേജ് അക്യൂർ ചെയ്യുക. അതായത് നോളേജ് അക്യൂർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്, അതായത് നമ്മുടെ ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസിലൂടെ നമ്മൾ പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇപ്പം ഞാനൊരു ബിഹേവിയർ ചെയ്യുകയാണ്, അതായത് ഇപ്പം എനിക്ക് ഒരു
പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയാണ്, ഒരു ബിഹേവിയറിലൂടെ പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കിട്ടുകയാണ്. അതൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക്. അപ്പോൾ ആ എക്സ്പീരിയൻസിലൂടെ ഞാൻ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ, ഒരു കുഞ്ഞിന്റെ എക്സാമ്പിൾ തന്നെ പറയും. ഇപ്പോൾ ഒരു കുട്ടി ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരി കത്തിച്ചതിൽ പോയിട്ട് തൊടാൻ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയില്ല, ബട്ട് അത് ചൂടെടുക്കുന്ന, കുട്ടി തൊട്ടിട്ടാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ചൂടെടുക്കുന്നത്. അതിനെയാണ് എന്ത് പറയാ, ലേണിംഗ് എന്ന് പറയാം. അപ്പൊ ഇതൊരു ലേണിംഗ് പറയുന്നത് കുറച്ചുകൂടി ഉള്ളിലേക്ക് ഡീപ്പായിട്ടാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ഡെഫിനിഷൻ പറയുന്നുണ്ട്. ലേണിംഗ് ഇസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. അതായത് കുറച്ച് സൈക്കോളജിസ്റ്റ്, കുറച്ച് തിയറിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്ന കുറച്ച് ഡെഫിനിഷൻ ഉണ്ട്. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നോക്കിയതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡെഫിനിഷൻ, ഒന്ന് സ്കിന്നറിൻ്റെയും ഗെയ്റ്റ്സിൻ്റെയും പിന്നെ അതുപോലെ തന്നെ കിംബിൾഡി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്കിന്നറിൻ്റെ ഫസ്റ്റ് പോയിന്റിൽ വരുന്ന സ്കിന്നറിൻ്റെ ഡെഫിനിഷൻ വന്നിട്ട് പറയുന്നത് ലേണിംഗ് ഈസ് എ പ്രോസസ് ഓഫ് പ്രോഗ്രസീവ് ബിഹേവിയർ അഡാപ്റ്റേഷൻ. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പ്രോഗ്രസീവ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എപ്പോഴും പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെവലപ്പിംഗ്, അതായത് നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത് വന്നിട്ട് ലേണിംഗ് ഇസ് മോഡിഫിക്കേഷൻ ഓഫ് ബിഹേവിയർ ത്രൂ എക്സ്പീരിയൻസസ്. അതായത് അനുഭവങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മോഡിഫൈ ചെയ്യണം. മോഡിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, രൂപാന്തരം ചെയ്യുന്നു. അത് ഗെയ്റ്റ്സിന്റെ ഡെഫിനിഷൻ ആട്ടോ. ഈ 2 ഡെഫിനിഷൻ മെയിൻ ആയിട്ട് നോക്കി വെച്ചോട്ടോ. പിന്നെ ലേണിംഗ് റിഫർ ടു മോർ ഓർ ലെസ് പെർമനന്റ് ഇൻ ചേഞ്ച് ബിഹേവിയർ വിച്ച് ഒക്കേഴ്സ് ആസ് എ റിസൾട്ട് ഓഫ് പ്രാക്ടീസ്. ഇത് കിംബിൾഡി ആണ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത് കേട്ടോ. അതിൽ വന്നിട്ട് 10 കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് എന്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ലേണിംഗിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ഇതിൽ ലേണിംഗ് ആസ് അഡ്ജസ്റ്റ്മെന്റ്, ലേണിംഗ് ആസ് ഇംപ്രൂവ്മെന്റ്, ലേണിംഗ് ആസ് ഡെവലപ്മെന്റ്, ലേണിംഗ് ആസ് ബിഹേവിയറൽ ചേഞ്ചസ്. അപ്പോൾ ബിഹേവിയറൽ ചേഞ്ചസിൽ 2 കോംപ്ലിമെന്ററി പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് വന്നിട്ട് ഡിഫറൻസിയേഷനും രണ്ടാമത് വന്നത് ഇന്റഗ്രേഷൻ ആണ്. ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് മുഴുവൻ കോമ്പണന്റ് പാർട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് എന്താ, കമ്പൈനിങ് ദ പാർട്സ് ഇൻ ടു എ ന്യൂ വോൾ. അതായത് ഓരോ ഭാഗത്തെയും നമ്മൾ എന്ത് ചെയ്യാണ്, കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഇതാക്കി മാറ്റുകയാണ്. ലേണിംഗ് ഇസ് എ പ്രോസസ് ആസ് വെൽ ആസ് എ പ്രോഡക്റ്റ്. അതായത് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, പ്രോസസ്സാണ്, അതുപോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് ആണ്. ലേണിംഗ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അതായത് നമ്മൾ ഹ്യൂമൻ ബീങ്സ് പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി സ്കൂളിലോ കോളേജിലൊക്കെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് എന്താണ്, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോഴും പല കാര്യങ്ങളും സയന്റിസ്റ്റുകളാണെങ്കിലും ആരാണെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താണ് അറിയാൻ, മനുഷ്യന് എപ്പോഴും അറിയാനുള്ള ഒരു ത്വര കൂടുതൽ. അപ്പൊ അറിയാനും വേണ്ടി നമ്മൾ നോക്കുക. അപ്പൊ അങ്ങനെ തന്നെയാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത് ലേണിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പല കോണുകളെയും പല മേഖലകളെയും ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് കംപ്ലീറ്റ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ്. അതായത് ഇൻഡിവിജ്വൽസിന്റെ കംപ്ലീറ്റ് ഡെവലപ്മെന്റിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താ, ഇതൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ. നമുക്ക് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിൽ നമ്മൾ നോക്കേണ്ട, ലേണിംഗിൽ നോക്കേണ്ട വേറൊരു, ഈ ക്യാരക്ടറിസ്റ്റിക്സ് കഴിഞ്ഞാൽ നോക്കേണ്ട ഒരു കാര്യമാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ലേണർ വേരിയബിളും ടാസ്ക് വേരിയബിളും മെത്തേഡ് വേരിയബിളും ആണ് ഇതിൽ പറയുന്നത് കേട്ടോ. ലേണർ വേരിയബിൾ പറയുന്നത് റിലേറ്റഡ് ടു ലേണേഴ്സ്. അതായത് ലേണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ, ലേണർ വേരിയബിൾ എന്ന് പറയാം. ഇനി ടാസ്ക് വേരിയബിൾ എന്ന് പറയുന്നത് എന്താ, നമ്മളൊരു ടാസ്ക് ചെയ്യാൻ പഠിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ BEdന് കുറേ ടാസ്ക് അസൈൻമെന്റ്സ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തെറ്റും, പിന്നെ കറക്ഷൻ ചെയ്തിട്ട് വീണ്ടും എഴുതാൻ പറയും. അപ്പൊ അതിന് ഇന്നതായിരുന്നു മിസ്റ്റേക്ക്, അപ്പൊ ഇന്നതാണ് എനിക്ക് ടീച്ചർ പറഞ്ഞു തന്നത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മെത്തേഡ് വേരിയബിൾ എന്ന് പറയുന്നത് മെത്തേഡ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കേട്ടോ. അതായത് ഓരോരോ മെത്തേഡ്സിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ലേണർ വേരിയബിൾ എന്ന് പറയുന്നത് മെച്ചുറേഷൻ, മോട്ടിവേഷൻ, അറ്റൻഷൻ, ആറ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്, ഇന്റലിജൻസ്, ഗോൾ, ഏജ്, സെക്സ്, സ്റ്റഡി ഹാബിറ്റ്സ്, പ്രയർ നോളേജ്, ഫിസിക്കൽ ഹെൽത്ത്. ഞാനില്ലേ ഈ നോട്ട്സ് എവിടെന്നാ എടുത്തതെന്ന് അറിയാം, ഈസി സ്കോട്ട്സ് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലിയർ ആയിട്ട്, എന്നെക്കാളും അടിപൊളിയായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ ടെക്സ്റ്റ് ബുക്കും ഇതും എഴുതി വെച്ച് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ട്. ആ ടച്ച് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റിവൈസ് ചെയ്യും കേട്ടോ അത്. പിന്നെ ടാസ്ക് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. ലെങ്ത്, അതിൽ വന്നിട്ട് ലെങ്ത് ഓഫ് ദി ലേണിംഗ് മെറ്റീരിയൽ, മീനിങ്ഫുൾനെസ്, ഡിഫിക്കൽട്ടി ലെവൽ, ഓർഗനൈസേഷൻ, ഇതൊക്കെയാണ് കേട്ടോ വരുന്നത്. മെത്തേഡ് വേരിയബിളിൽ 2 കാര്യങ്ങൾ, അതായത് 2 ഡിവിഷനാണ് വരുന്നത്. ഒന്ന് സ്പേസ്ഡ് വേഴ്സസ് മാസ്ഡ് ലേണിംഗും പിന്നെ അതുപോലെ തന്നെ വോൾ വേഴ്സസ് പാർട്ട് ലേണിംഗും ആണ് കേട്ടോ. പിന്നെ റെസിറ്റേഷൻ ഉണ്ട്, പിന്നെ
ഓവർ ലേണിംഗ് ഉണ്ട്, പിന്നെ മെത്തേഡ് ഓഫ് ലൊക്കൈ എന്ന് പറയുന്നത് ലൊക്കേഷൻ ആണ്. ഇനി നമുക്ക് ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അതിൽ വന്നിട്ട് കൊഗ്നിറ്റീവ്, അഫക്റ്റീവ്, സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ് 3 കാര്യങ്ങളാണ്. കൊഗ്നിറ്റീവ് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരിക, അതായത് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ഇന്റലിജൻസ്, അയാൾ ആപ്റ്റിറ്റ്യൂഡ്. നമുക്ക് ഈ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്ക് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒക്കെ എന്തിനാണ് വെക്കുന്നത്, അതായത് നമ്മുടെ ഉള്ളിലുള്ള ഒരു ഇന്റലിജൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മെമ്മറി, റീസണിങ് ടെസ്റ്റുകൾ വെക്കില്ലേ, അതുപോലെ തിങ്കിങ്, ഇതൊക്കെ പെടുന്നത് എന്തിലാ, കൊഗ്നിറ്റീവില് പെടുന്നതാട്ടോ. പിന്നെ അഫക്റ്റീവ് ഉണ്ട്, അതിൽ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആൻസൈറ്റി, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺസെപ്റ്റ്. അതായത് ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, ആൻസൈറ്റി, സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺസെപ്റ്റ്, ഇതാണ് അഫക്റ്റീവില് വരുന്നത് കേട്ടോ. ഇനി സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സിൽ വന്നിട്ട് ഫാമിലി, സ്കൂൾ, റിലീജിയൻ. അതായത് സോഷ്യോ പറഞ്ഞാൽ എന്താ, സൊസൈറ്റി. കൾച്ചറൽ പറയുമ്പോഴും ഇതൊക്കെ സൊസൈറ്റി, ഫാമിലിന്ന് ഇൻക്ലൂഡ് ചെയ്യണം, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്, ഫാമിലി, സ്കൂൾ, റിലീജിയൻ. ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലേണിംഗ് ആൻഡ് മെച്ചുറേഷൻ എന്ന് പറയുന്നത്. നാച്ചുറൽ അൺഫോൾഡിങ് ഓഫ് ഇൻഹെറിറ്റഡ് ടെൻഡൻസീസ്. അതായത് നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പാരൻസിന്റെ, അവരുടെ മുന്നത്തെ ജനറേഷന്റെ, അതിന് മുന്നുള്ള ജനറേഷന്റെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ടെൻഡൻസീസ് അൺഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അടഞ്ഞിരിക്കുന്ന സാധനം തുറക്കുന്നതിനെയാണ് അൺഫോൾഡ് ചെയ്യുക പറയുന്നത്. ഇത് പറയുന്നത് ഒരു ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അൺഫോൾഡിങ് ഓഫ് ബയോളജിക്കലി ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യാലിറ്റീസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് ഒരു സമയം അനുസരിച്ച് ഇതിങ്ങനെ ബയോളജിക്കലി ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, പുറത്തേക്ക് വരുന്നതാണ്. ഇനി ഇറ്റ് ഇസ് എ നാച്ചുറൽ ഡെവലപ്മെന്റ് പ്രോസസ് ഇൻ വിച്ച് ഡെവലപ്മെന്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഇൻഡിവിജ്വൽ. അതുപോലെ തന്നെ ഇൻഡിവിജ്വലിന്റെ ഉള്ളിൽ എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. ഇതിപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയണം. ഇപ്പൊ ഒരു പക്ഷി കൂട്ടിൽ കുറെ മുട്ടയിട്ട് അതിൽ കുറെ പക്ഷിക്കുഞ്ഞുങ്ങൾ വന്നു, അത് തനിയെ പറക്കാൻ പഠിക്കുകയാണ് അല്ലെ. അതിനെ നമ്മളിപ്പോ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ട്രെയിൻ ചെയ്യും പോലെ പക്ഷിക്കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു നാച്ചുറൽ ഇൻഹെറിറ്റൻസ് ആണ് പക്ഷികൾക്ക്. തനിയെ അത് പറക്കും, ഒരു ടൈം ആകുമ്പോൾ അത് പറക്കുന്നു. അതുപോലെ ഇപ്പൊ നായ്ക്കളാണെങ്കിൽ അത് പ്രസവിച്ച കുഞ്ഞുങ്ങളാണെങ്കിലും അത് തനിയെ എണിച്ചതും. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളുടെയും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തനിയെ എണിച്ചതും നടക്കാൻ തുടങ്ങും. പക്ഷെ മനുഷ്യനാണ് കുറച്ച് ടൈം പിടിക്കുക, അത് കുറേ ടൈം എടുത്ത്. നമുക്ക് കുഞ്ഞുങ്ങൾ പറയുമ്പോൾ ആദ്യം കിടന്ന് അങ്ങനെ മുട്ടുകുത്തിയ ഒരു പ്രോസസ്സ് ഉണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ എടിച്ച് നടക്കാൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ ഇതൊക്കെ എന്തിൽ പെടുന്നതാ പറയുന്നത്, ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻഹെറിറ്റഡ് പൊട്ടൻഷ്യലിൽ പെടുന്നതാട്ടോ പറയുന്നത്. ഇറ്റ് ഈസ് പ്രീ പ്രോഗ്രാംഡ് ആൻഡ് ഒക്കേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ദി ഇന്ററാക്ഷൻ ചൈൽഡ് ഹാസ് വിത്ത് ദി എൻവയോൺമെന്റ്. അതായത് നമ്മുടെ ബ്രെയിനിൽ ഇത് ഓൾറെഡി എന്താണ്, പ്രീ പ്രോഗ്രാംഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്ററാക്ഷൻസിലൂടെ അല്ല അത് കിട്ടുന്നത്. ഇത് ഓൾറെഡി ഒരു മനുഷ്യന്റെ ബ്രെയിനിലോ അല്ലെങ്കിൽ ഓർഗാനിസംസിന്റെ ബ്രെയിനിലോ പ്രീ പ്രോഗ്രാംഡ് ആയിരിക്കും. ഇപ്പൊ ഒരു ചൈൽഡിന്റെ കേസിലാണെങ്കിൽ ആ ചൈൽഡ് എൻവയോൺമെന്റുമായിട്ട് തനിയെ കണക്ട് ആവുന്നുണ്ട്. ഇൻ ഹ്യൂമൻ ബീങ് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വെദർ ദീസ് ആക്ടിവിറ്റീസ് റിസൾട്ട് ഫ്രം മെച്ചുറേഷൻ ഓർ ലേണിംഗ്. അതായത് മെച്ചുറേഷൻ അല്ലെങ്കിൽ ലേണിംഗ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതുമായിട്ട് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഇനി മെച്ചുറേഷനും ലേണിംഗും എന്താ, ക്ലോസ്ലി റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ ലേണിംഗ് റെഡിനെസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ലേണേഴ്സ് ഇൻ ഗോൾ സെറ്റിംഗ്, നെസസറി ഫിസിക്കൽ ആൻഡ് മെന്റൽ മെച്യൂരിറ്റി, previously learned skills. Factors such as defects in development, illness, physical handicaps, lack of motivation, social maladjustment may affect learning readiness detrimentally. There is an optimal or most appropriate time for each individual to learn a specific skill or concept with ease and efficiency. അതായത് എല്ലാ ഇൻഡിവിജ്വൽസിനും എന്ത് ചെയ്യണം, ഒരു സ്കില്ല് പഠിക്കാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിർത്താം, നിങ്ങൾക്ക് ഇനി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ബോറാവും. അപ്പം നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ബാക്കി ടൈപ്സ് ഓഫ് ലേണിംഗ് മുതൽ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതാ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഞാൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആണോ ചോദിച്ചാൽ നോട്ട് പ്രൊഡക്റ്റീവ്. ബട്ട് ഞാൻ നേരത്തെ എണിച്ചു, കുറച്ച് ടയേർഡ്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ എൻ്റെ അമ്പലത്തിലൊക്കെ പോയി അതിൻ്റെ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊത്തത്തിൽ റൂമൊന്ന് മെസ്സാണ് എനിക്കപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം എന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പഠിക്കണം എന്നുണ്ട്. പിന്നെ ഇടയിൽ നമ്മൾ ഈ പഠിക്കുമ്പോൾ ഒരു സ്ട്രെസ് ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ TV ഒന്ന് ജസ്റ്റ് അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്ക്. ഇനി അത് കഴിഞ്ഞിട്ട് ഞാനൊരു സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു. ഞാൻ ലാസ്റ്റ് ഒരു മൂവി ഇന്നലെ തലവേദന വന്നപ്പോൾ ഇരുന്ന് കണ്ടതാട്ടോ. അതാണ് കണ്ട് മൊത്തത്തിൽ പ്രാന്തായി. അതിൽ ആ ക്യാരക്ടർ കാണിക്കുന്നത് കണ്ടിട്ട് ഒരുമാതിരി എന്തോ വട്ടാവുന്ന പോലെ തോന്നി. പിന്നെ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്ത് മുഴുവനും കണ്ടില്ല കേട്ടോ. ഇനി എനിക്ക് കുറച്ച് ഇത്രയും പഠിച്ചെടുത്തുകൊണ്ട് എനിക്ക് ഇടയിൽ ചെറിയൊരു ബ്രേക്ക് വേണം. പിന്നെ എനിക്ക് ബോഡി ഇടയിൽ ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതലായിട്ട് കുടിക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. താങ്ക് യു.